നടത്തിപ്പുകാരൻ നാടുവിട്ടതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കി തൊടുപുഴ മുതക്കോടത്തുള്ള സ്വകാര്യ വൃദ്ധസദനത്തിലെ താമസക്കാർ. മതിയായ രേഖകളില്ലാതെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. ലക്ഷങ്ങൾ നൽകിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതോടെ താമസക്കാർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഞാനിവിടെ ഏകദേശം 11 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ഏകദേശം അല്ല, 11 ലക്ഷത്തിൽ പ്ലസ് സംതിങ്. ദാനങ്ങൾ ഇതായിരുന്നു, നല്ല ഭക്ഷണം തരാം, പിന്നെ മരുന്ന് മേടിച്ചു തരാം, ആസ്പത്രി പോക്ക്, എല്ലാ കാശും എല്ലാ ചിലവും അയാൾ വഹിക്കാമെന്ന് പറഞ്ഞത്. എല്ലാ ചിലവും ഏകദേശം 1 മാസമൊക്കെ ചെയ്തു തരുന്നത്. 1 മാസം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ മുങ്ങുകയാണ്. ജീവൻ തോമസ്. മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ ശിഷ്ടകാല ജീവിതം. 2 വർഷം മുമ്പുള്ള പത്രപരസ്യം കണ്ടെത്തിയവരാണ് പലരും. 5 മുതൽ 10 ലക്ഷം വരെ നൽകി. 20 പേരുണ്ടായിരുന്നിടത്ത് ഇന്നുള്ളത് മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കം 7 പേർ. നടത്തിപ്പുകാരൻ വിദേശത്തേക്ക് കടന്നതോടെ ഇവരുടെ ജീവിതം ദുരിതത്തിലായി. എന്തെങ്കിലും ഒരു 10, 15, 20 കിലോ അരി കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് നിമിഷ നേരം കൊണ്ട് 1.5 ആഴ്ച കൊണ്ട് തീരും. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളൊക്കെ കയ്യിൽ നിന്ന് പൈസ മറിച്ചിട്ടാണ് അടുക്കളയിലെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം പരാതികളുണ്ട്, ധാരാളം. മിക്കവാറും ഒക്കെ 112 ഇവിടെ വരാറുണ്ട്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഞങ്ങൾക്ക് മനസ്സിലായി. ജീവിതം വഴിമുട്ടിയതോടെ നൽകിയ പണം ഉപേക്ഷിച്ച് ഏതാനും പേർ മറ്റിടങ്ങളിലേക്ക് മടങ്ങി. അവശേഷിച്ചവർ എങ്ങും പോകാനാകാത്ത അവസ്ഥയിലും. പോലീസിനെ സമീപിച്ചിട്ടും തുടർ നടപടികളില്ലെന്നാണ് ഇവരുടെ പരാതി. അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെട്ടവരാണ് ഇവരിൽ പലരും. ലക്ഷങ്ങൾ ചിലവഴിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാനാകാത്ത അവസ്ഥ. പ്രശ്നപരിഹാരം തേടി പല വാതിലുകൾ മുട്ടിയെങ്കിലും ഇതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. ഇടുക്കി തൊടുപുഴയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.